നമ്മളൊന്ന് പത്തനംതിട്ടയിലേക്ക് പോവുകയാണ്. അറ്റകുറ്റപ്പണികളൊക്കെ തീർത്ത് വീണ്ടും നീറ്റിലിറങ്ങാനുള്ള ഒരുക്കത്തിലാണ് പത്തനംതിട്ട ആറന്മുള മല്ലപ്പുഴശ്ശേരി പള്ളിയോടം. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ നിരവധി തവണ മന്നം ട്രോഫി കരസ്ഥമാക്കിയ മല്ലപ്പുഴശ്ശേരി പള്ളിയോടം വിജയം ആവർത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പള്ളിയോട മുഖ്യശില്പി ചങ്ങങ്കരി വേണുവാചാരിയുടെ നേതൃത്വത്തിലാണ് മല്ലപ്പുഴശ്ശേരി പള്ളിയോടത്തിന്റെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നത്. പള്ളിയോടത്തിന്റെ അമരത്തിന് താഴെയുള്ള പ്രധാനപ്പെട്ട ഏരാവു മാതാവ് പലകകൾ മാറ്റി സ്ഥാപിച്ചു. തുഴച്ചിൽക്കാർ ഇരിക്കുന്ന വങ്കിന്റെ പലകയും മാറ്റി. എത്രയും വേഗം പള്ളിയോടത്തിന്റെ അറ്റകുറ്റപ്പണി തീർത്ത് നീറ്റിലിറക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീജിത്ത് കുമാർ പറഞ്ഞു. നമ്മുടെ മല്ലപ്പുഴശ്ശേരി വള്ളം തുടർച്ചയായിട്ട് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ട്രോഫികൾ നേടുകയും ചെയ്തൊരു വള്ളമാണ്. കഴിഞ്ഞ വർഷത്തോടുകൂടി നമ്മുടെ അമരത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് അല്പം വെള്ളം കയറുന്നതായിട്ട് കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അടിയന്തരമായിട്ടത് പുതുക്കിപ്പണിയാനുള്ള തീരുമാനമെടുക്കുകയും കമ്മിറ്റി തീരുമാനിച്ച് പൊതുയോഗം വിളിച്ച് നമ്മൾ പണി ആരംഭിക്കുകയും ഏകദേശം 2-3 മാസക്കാലത്തോളമായി പണികൾ നടക്കുന്നു. അതിൻ്റെ അന്ത്യഘട്ടത്തിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. 46 കോൽ നീളവും 64 അങ്കുലം വണ്ണവും 18 അടി അമരപ്പൊക്കവും മല്ലപ്പുഴശ്ശേരി പള്ളിയോടത്തിനുണ്ട്. 600 കിലോയോളം ചെഞ്ചല്യമാണ് തടി ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നത്. ചെഞ്ചല്യം ആദ്യം വെളിച്ചെണ്ണയിലിട്ട് ഉരുക്കി പഞ്ഞിക്കകത്തേക്ക് ഒഴിക്കും. പിന്നീട് അരച്ച് തടി ഒട്ടിക്കാനുള്ള പശയാക്കും. പലകകൾ കൂട്ടിയോജിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായത് ചെഞ്ചല്യമാണെന്ന് പള്ളിയോട മുഖ്യശില്പിയുടെ സഹായി കൊച്ചുവേണു പറഞ്ഞു. പക്ഷേ തയ്യാറാക്കുന്ന ചെഞ്ചല്യം, വെളിച്ചെണ്ണ രണ്ടും കൂടി ഉരുക്കിയിട്ട് നമ്മൾ പഞ്ഞിയായിട്ട് വെച്ച് അരച്ചെടുക്കുന്നു. അത് നമ്മളെ തട്ടെടുത്ത് ഇറക്കുമല്ലേ, അന്നേരം വെള്ളം വീണാലും അത്ര ഭാഗത്ത് തടിക്ക് ദോഷം ഉണ്ടാകത്തില്ല. ഒരു 20 വർഷം വരെ കാണും. അതേ രീതി തന്നെ അവിടെ നിന്നു. പിന്നെ ലാസ്റ്റ് ഇത് മണ്ണായിട്ട് അവിടെ തീരത്തുള്ളൂ. ഒരു പ്രത്യേക താളത്തിലാണ് പലകയിൽ ആണികൾ ഉറപ്പിക്കുന്നത്. കരക്കാരെല്ലാം ഒറ്റക്കെട്ടായാണ് പള്ളിയോടത്തിന്റെ അറ്റകുറ്റപ്പണി തീർത്ത് നീറ്റിലിറക്കാൻ പരിശ്രമിക്കുന്നതെന്ന് ക്യാപ്റ്റൻ രഞ്ജിത്ത്, പള്ളിയോട സേവാ സംഘം പ്രതിനിധി ഭരത് വാഴ്വേലിൽ എന്നിവർ പറഞ്ഞു. വരും കാലങ്ങളിൽ നമ്മളെ ഈ കരയിലെ ചുണക്കുട്ടികളായിട്ടുള്ള ഒരുപറ്റം കുട്ടികൾ ചേർന്നുകൊണ്ട് അവർ MBC എന്ന് പറയുന്ന ഒരു മല്ലപ്പുഴശ്ശേരി ബോട്ട് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ഫോം ചെയ്തുകൊണ്ട് ഈ പ്രാവശ്യം അവരുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ഉത്രട്ടാതി ജലോത്സവത്തിൽ A ബാച്ചിൽപ്പെട്ട ഈ പള്ളിയോടം മത്സരരംഗത്തേക്ക് വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തടിയുടെ ഉറപ്പും മറ്റ് തറയുടെ കാര്യങ്ങളെല്ലാം ഉറപ്പിച്ച് നല്ല രീതിയിൽ വള്ളത്തിന് മുന്നോടിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കപ്പടിക്കുന്ന ഒറ്റ പ്രതീക്ഷയിലാണ് നമ്മൾ ഇപ്രാവശ്യം ഇറങ്ങുന്നത്. മല്ലപ്പുഴശ്ശേരിക്കരക്കാരുടെ അഭിമാനമാണ് മല്ലപ്പുഴശ്ശേരി പള്ളിയോടം. പള്ളിയോടങ്ങളിൽ അമരച്ചാർത്തിലെ കുമിളകൾ പൂർണ്ണമായും സ്വർണ്ണത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഏക പള്ളിയോടം കൂടിയാണിത്. വരുന്ന ഉത്രട്ടാതി ജലോത്സവത്തിൽ 10 മടങ്ങ് ഊർജ്ജസ്വലതയോടെയാകും തുഴച്ചിൽക്കാർ കേടുപാടുകൾ തീർത്തിറങ്ങുന്ന മല്ലപ്പുഴശ്ശേരി പള്ളിയോടം ഫിനിഷിംഗ് പോയിന്റിലേക്ക് തുഴയുക. അർജുന സാരഥിയായി വിശ്വനാഥനതു നേരം, അർജുന സാരഥിയായി വിശ്വനാഥനതു നേരം, അർജുന സാരഥിയായി വിശ്വനാഥനതു നേരം, അർജുനനും മല്ലപ്പുഴശ്ശേരി പള്ളിയോടത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഇവിടെ പുരോഗമിക്കുകയാണ്. ഇക്കുറി ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ കപ്പടിക്കണമെന്നാണ് മല്ലപ്പുഴശ്ശേരി കരക്കാരുടെ ആഗ്രഹം. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട.